ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി മരിക്കാനിടയായ ഒരു കാരണമാണ്. 2021 സംഭവിച്ചതാണ്. ആ കുട്ടിക്ക് എള്ളിനോട്, ഈ സെസമി സീഡ്സിനോട് അലർജി ഉണ്ടായിരുന്നു. അത് ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ആ ബ്രെഡിൽ അതുണ്ടെന്ന് അറിഞ്ഞില്ല. അത് കഴിച്ചത് സിവിയർ ഈ അനഫലാക്സിസ് വന്നു, കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം കിൻഡർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ദൃശ്യ. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഭക്ഷണവും എല്ലാവർക്കും അപകടമല്ല എന്ന് പറയുമ്പോഴും ചില ഭക്ഷണം ചിലർക്ക് അപകടമാകുന്നുണ്ട്. ഒരു വീട്ടിൽ തന്നെ 5-6 പേർക്കോ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം 4 പേർക്ക് കുഴപ്പം വരുത്തുന്നില്ല, ഒരാൾക്ക് ഒരു പക്ഷേ കുഴപ്പം വരുത്തിയേക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ അത് ഫുഡ് അലർജി എന്നാണ് ഡോക്ടർമാർ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. എന്താണിതെന്നൊന്ന് വിശദമാക്കാം. ഫുഡ് അലർജി എന്നുള്ള ടൈം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമുക്ക് ഏതൊരു നമ്മുടേതല്ലാത്ത പുറത്തുള്ള ഏതൊരു ഫോറിൻ സബ്സ്റ്റൻസിനെതിരെ നമ്മുടെ ശരീരം കാണിക്കുന്ന പ്രതിപ്രവർത്തന സിംറ്റംസ് ആണ് അലർജിക് റിയാക്ഷൻസ് ആയിട്ട് നമ്മൾ സാധാരണ കാണുന്നത്. അതുപോലെ തന്നെ സർട്ടൈൻ ഫുഡ് ഐറ്റംസ്, അതെന്തും തന്നെ ആവാം. സാധാരണ യൂഷ്വലി അത് പ്രോട്ടീൻസിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കുന്നത്. അത് എല്ലാവരിലും ഒരുപോലെ നിഷ പറഞ്ഞതുപോലെ കാണണമെന്നില്ല. ചില ആൾക്കാരിൽ അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടാവാം ചില ആളുകളിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ശരീരം അമിതമായി അൺപ്ലസൻ്റായി അല്ലെങ്കിൽ വളരെ അപകടകരമായ രീതിയിൽ അത് റിയാക്ട് ചെയ്യുന്നു. അത്തരം ലക്ഷണങ്ങളെയാണ് നമ്മൾ അലർജിക് സിംറ്റംസ് എന്ന് പറയുക. അത് നമ്മളുടെ സിവിയറിറ്റി അനുസരിച്ച് നമുക്കത് മൈൽഡ് സിംറ്റംസ് ആവാം, വലിയ മോഡറേറ്റ് സിംറ്റംസ് ആവാം. അതിനപ്പുറം ശരീരത്തിന് നമ്മുടെ മരണകാരണം വരെ ആകുന്ന അത്രയും ഭീകരമായിട്ടുള്ള ലക്ഷണങ്ങൾ വരെ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇതെല്ലാം തന്നെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ശരീരം തിരസ്കരിക്കുന്നു ഒറ്റ വാക്കിൽ ലളിതമായി പറയുന്നത്. അതെ അതെ, നമ്മളതല്ലാത്തത് എന്തിനേയും ശരീരം തിരസ്കരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ചിലപ്പോൾ അത് നമ്മൾ പ്രകടമായ രീതിയിൽ നമുക്ക് മാനിഫെസ്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ ശരീരം അതിനെ ഭയങ്കര ഭീകരമായ രീതിയിൽ തിരസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളാണ് നമ്മൾ സാധാരണ അലർജി ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ഭക്ഷ്യ വിഷബാധകളാണ് കൂടുതൽ കാണുന്നത്, അതുകൊണ്ടുള്ള അപകടങ്ങളാണ്. പക്ഷെ ഞാനിപ്പോ സൂചിപ്പിച്ച പോലെ അലർജി മൂലവും ഇപ്പൊ മാമും പറഞ്ഞ പോലെ ഒരു പക്ഷേ ഭീകരമായ ഒരു സാഹചര്യം വരെ ഉണ്ടാകാം എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അലർജി ഉണ്ടാകാൻ പ്രത്യേകിച്ചൊരു കാരണം ഇല്ലെന്നാണോ മാം ഇപ്പൊ സൂചിപ്പിച്ചത്? അതെ, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആർക്ക് അലർജി ഉണ്ടാവാം, എന്തിനോട് അലർജി ഉണ്ടാവാം എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരാൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ അയാൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, വയറിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നു, ചിലപ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ഒരു ഭക്ഷണ പദാർത്ഥത്തിനോട് അയാൾക്ക് അലർജി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ഇന്ന ഭക്ഷണം കഴിച്ചാൽ അലർജി ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ലെന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അലർജിക് ലക്ഷണങ്ങൾ ഒരിക്കലും നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാം ഒരു പരിധി വരെ. പക്ഷെ എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ അത് മരണം വരെ കാരണമാകുന്ന ലക്ഷണങ്ങളായിട്ട് വഹിക്കാറുണ്ട്. ഫുഡ് അലർജി ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് അവര് തന്നെ സെൽഫായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ മാക്സിമം ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ്? മാക്സിമം നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള കണ്ടന്റ്സ് അറിയാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം മിക്ക ഹോട്ടൽസ്, ഇപ്പം നമ്മുടെ ഓൺലൈൻ ഫുഡ് ഡെലിവറി സിസ്റ്റത്തിലൊക്കെ അവരുടെ ഓരോ റെസിപ്പീസിൽ അവരുടെ ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദിസ് മേ കണ്ടെയ്ൻ അലർജൻസ് ലൈക്ക് നട്ട്സ് ലൈക്ക് ദാറ്റ്. സോ അപ്പോൾ നമുക്ക് അറിയാം, എനിക്ക് നട്ട്സിന് അലർജി ഉണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ അറിയാം ഇതിന് നട്ട്സ് ഉണ്ടെന്ന്. നമുക്കത് അവോയ്ഡ് ചെയ്യാം, സേഫ്ലി അവോയ്ഡ് ചെയ്യാം. അത് നമ്മുടെ ഫോറിൻ കൺട്രീസിൽ അങ്ങനെ അവിടെ ഒരു ലോ തന്നെ ഉണ്ട്. സപ്പോസ് ഇന്ത്യയിലില്ല, നമ്മുടെ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് അവിടെ ഒരു ലോ ഉണ്ട്. അതിന് കാരണം തന്നെ ഒരു 15 വയസ്സുള്ള ഒരു കുട്ടി മരിക്കാനിടയായ ഒരു കാരണമാണ്. 2021 സംഭവിച്ചതാണ്. ആ കുട്ടിക്ക് എള്ളിനോട്, ഈ സെസമി സീഡ്സിനോട് അലർജി ഉണ്ടായിരുന്നു. അത് ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ആ ബ്രെഡിൽ അതുണ്ടെന്ന് അറിഞ്ഞില്ല. അത് കഴിച്ചത് സിവിയർ ഈ അനഫലാക്സിസ് വന്നു, കുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടുത്തെ ഹോട്ടൽസിൽ ഇങ്ങനെ ഒരു നിയമം അവർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്ത് വരുമായിരിക്കും, പക്ഷെ വൈഡ്ലി അഡോപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം മുട്ടയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊന്ന് നട്ട്സിന്റെ കാര്യം പറയുമ്പോൾ ശരീരത്തിന് വേണ്ടുന്ന ആരോഗ്യകരമായ ഫാറ്റാണ് ഈ നട്ട്സിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ നട്ട്സിൽ അലർജി ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് പകരം അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ടാകില്ലേ? നട്ട്സ് നമുക്ക് എല്ലാ നട്ട്സിനും ഒരുപോലെ അലർജി ഉണ്ടാവണമെന്നില്ല. നമുക്ക് പല നട്ട്സും അവൈലബിൾ ആണ്. കാഷ്യൂനട്ട്, ഗ്രൗണ്ട് നട്ട് ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്. അപ്പൊ ഒന്നിനോട് അലർജി കണ്ടാൽ നമുക്ക് മറ്റൊരെണ്ണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ സോയാബീൻസ് ഇറ്റ്സെൽഫ് ഒരു വെൽ നോൺ അലർജൻ ആണ്. പക്ഷെ എല്ലാവർക്കും സോയാബീൻ അലർജി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒന്നിന് അലർജി ഉള്ളവർ മറ്റൊരെണ്ണം ടേക്ക് ഇറ്റ് സേഫ്ലി അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും ആ അലർജി ലക്ഷണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്
ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും എപ്പോഴും ഉത്തമമായിട്ടുള്ള കാര്യം. ഈ ഫുഡ് അലർജിയുടെ കാര്യം പറയുമ്പോൾ ഫുഡ് പോയ്സണിങ്, ഫുഡ് അലർജി രണ്ടും എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ളതാണ്. ഇപ്പോൾ ഫുഡ് അലർജി എന്താണെന്നുള്ളത് കുറെയൊക്കെ വ്യക്തമായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, മുൻകരുതലുകൾ എടുക്കുക. എന്താണ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നത്? ഫുഡ് ഡയറി കീപ്പ് ചെയ്യുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഇന്ന് ഞാൻ എന്തൊക്കെ കഴിച്ചു, ഇത് എന്ത് കഴിക്കുമ്പോഴാണ് എനിക്ക് ലക്ഷണങ്ങൾ വരുന്നത് എന്നുള്ളതിന് ഒരു ഫുഡ് ഡയറി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. ഇങ്ങനെ അലർജിക് പ്രോൺ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി ഒരു ചാർട്ട് ചെയ്യുക. അതിൽ എന്തൊക്കെ കഴിക്കുമ്പോഴാണ് ആൾക്ക് സിംറ്റംസ് വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് നോട്ട് ഡൗൺ ചെയ്യുക. ഫർദർ ഒരു ഫ്യൂച്ചർ സിറ്റുവേഷനിൽ അത് അവോയ്ഡ് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്.